Surface integral. So in this class we are going to define the surface integral and look into how to evaluate a surface integral. Okay, so for that, let w equal to g of xyz be defined in a region of 3 space that contains a surface S, which is the graph of a function z is equal to f of xy. Let the projection R of the surface onto the xy plane be either a type 1 or a type 2 region. ഓക്കെ, അപ്പോൾ സർഫസ് ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഡബ്ല്യു ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ സെഡ്. ഇവിടെ ഡബ്ല്യുവിനെ ഡിഫൈൻ ചെയ്യുന്നത് ജി ഓഫ് എക്സ് വൈ സെഡ് ആണ്. എക്സ് വൈ ആൻഡ് സെഡിലുള്ള ഒരു ഫംഗ്ഷനാണ് ഡബ്ല്യു ജി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് 3 വേരിയബിൾസ് വരുന്നുണ്ട്, 3 സ്പേസിലാണ് അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ദാറ്റ് കണ്ടെയ്ൻസ് എ സർഫസ് എസ്. അതിലെന്തുണ്ട്, ഒരു സർഫസ് എസ് അത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ സർഫസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. സർഫസ് സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. എക്സിൻ്റെയും വൈൻ്റെയും എക്സിലും വൈയിലുള്ള ഒരു ഫംഗ്ഷനാണ് സെഡ് എന്ന് പറയുന്നത്. ഇനി ഈ സർഫസിൻ്റെ പ്രൊജക്ഷൻ അതിന് നമ്മൾ ആർ എന്ന് വിളിക്കും. ആർ ഓഫ് ദ സർഫസ് ഓൺ ടു ദ എക്സ് വൈ പ്ലെയിൻ. അപ്പോൾ അതിൻ്റെ പ്രൊജക്ഷൻ എക്സ് വൈ പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു റീജിയൻ ടൈപ്പ് 1 ഓർ ടൈപ്പ് 2 റീജിയൻ ആയിരിക്കും. ഇവിടെ ഫിഗറിൽ നോക്കൂ, ഈ ലൈറ്റ് ബ്ലൂ കളറിലുള്ള ഇതാണ് നമ്മുടെ സർഫസ് എസ്. ആ സർഫസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന സർഫസാണ് ഈ ലൈറ്റ് ബ്ലൂ കളറിലുള്ളത്. ഇനി അതിൻ്റെ പ്രൊജക്ഷൻ ഓൺ ടു ദി എക്സ് വൈ പ്ലെയിൻ. അപ്പോൾ നമ്മൾ എക്സ് വൈ പ്ലെയിനിലേക്ക് അതിൻ്റെ പ്രൊജക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ലൈറ്റ് ഗ്രേ കളറിൽ കാണുന്ന ഇതാണ് അതിൻ്റെ പ്രൊജക്ഷൻ. എക്സ് വൈ പ്ലെയിനിലേക്കുള്ള അതിൻ്റെ പ്രൊജക്ഷൻ ഓൺ ടു എക്സ് വൈ പ്ലെയിനിനെ നമ്മൾ ആർ എന്ന് വിളിക്കും. നെക്സ്റ്റ്, ഡിവൈഡ് ദ സർഫസ് എസ് ഇൻറ്റു n പാച്ചസ് എസ് കെ വിത്ത് ഏരിയ ഡെൽറ്റ എസ് കെ that correspond to a partition P of R into n rectangles RK with area delta AK. ഓക്കെ, അപ്പോൾ സർഫസ് ഇൻ്റഗ്രൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ചെയ്യുന്നത് ഈ സർഫസിനെ മൊത്തത്തിൽ നമ്മൾ സ്മോൾ പാച്ചസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. ഈ ലൈറ്റ് ഡാർക്ക് ബ്ലൂ കളറിൽ കണ്ടല്ലോ, അതൊരു ഈ സർഫസിനെ നമ്മളൊരു ചെറിയ പാച്ച് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെ ഇതുപോലത്തെ n പാച്ചസ് ആയിട്ട് ഈ സർഫസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഓരോ പാച്ചും S1 S2 എക്സെട്ര SN എന്ന് കിട്ടും. അതിലൊരു ആർബിട്രറി പാച്ച് സർഫസ് പാച്ച് XK എടുത്ത് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ, അതാണ് ഈ ഡാർക്ക് ബ്ലൂവിൽ കാണുന്നത്, ഇങ്ങനൊരു ഫിഗർ ആയിരിക്കും അത്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡെൽറ്റ SK ആയിരിക്കും. ഇനി അതിൻ്റെ പ്രൊജക്ഷൻ ഓൺ ടു എക്സ് വൈ പ്ലെയിൻ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് വൈ പ്ലെയിനിലുള്ള പ്രൊജക്ഷനാണ് ഇത് ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഏരിയ അതെന്തായിരിക്കും, എക്സ് വൈ പ്ലെയിനിലേക്ക് വരുമ്പോൾ അതൊരു റെക്റ്റാങ്കിളിൻ്റെ ഫോമിലാവും വരിക. അപ്പോൾ ഓരോ സർഫസ് പാച്ചിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ആറിൽ എന്തുണ്ടാവും, ഓരോ റെക്റ്റാങ്കിൾസ് കിട്ടും. അതിനെ നമ്മൾ R1 R2 എക്സെട്ര RN, അവിടെ SN വരെ ഉണ്ടായിരുന്നു, അപ്പോൾ ഇവിടെ RN വരെ ഉണ്ടാവും. ഇതെല്ലാം എന്താണ്, റെക്റ്റാങ്കിൾസ് ആണ്. അപ്പോൾ SKക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ RK ഉണ്ടാവും. SKൻ്റെ ഏരിയ എന്തായിരുന്നു, ഡെൽറ്റ SK ആയിരുന്നു. അപ്പോൾ ഇവിടെ ഈ റീജിയൻ റെക്റ്റാങ്കിൾ RKൻ്റെ ഏരിയ എന്തായിരിക്കും, ഡെൽറ്റ AK. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നോം P ആണ്. നോം P ബി ദ നോം ഓഫ് ദ പാർട്ടീഷൻ്റെ നോമായിട്ട് നമ്മൾ നോം Pനെ ചൂസ് ചെയ്തു. നൗ choose a sample point xk star, yk star, zk star on each patch sk of surface area. ഇനിതാ ഇവിടെ SK എന്ന് പറയുന്ന സർഫസ് പാച്ചാണ്, അതിൻ്റെ ഏരിയ ഡെൽറ്റ SK ആണ്. അപ്പോൾ ഇതിലൊരു ആർബിട്രറി പോയിന്റ് SK എന്ന് പറയുന്ന ആ സർഫസിൽ ഒരു ആർബിട്രറി പോയിൻ്റാണ് XK സ്റ്റാർ, YK സ്റ്റാർ, ZK സ്റ്റാർ. അങ്ങനെ എല്ലാത്തിനും S1 S2 S3 എക്സെട്ര SN, ഇതിൽ ഓരോന്നിനും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് XK സ്റ്റാർ, YK സ്റ്റാർ, ZK സ്റ്റാർ പറഞ്ഞൊരു പോയിന്റ് അതിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പോയിന്റ് നമ്മൾ ചൂസ് ചെയ്യാം. ദെൻ ഫോം ദ summation k equal to 1 to n g of xk star, yk star, ZK star, delta SK. ഇതെടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു സാമ്പിൾ പോയിന്റ് XK സ്റ്റാർ, YK സ്റ്റാർ, ZK സ്റ്റാർ ഓൺ ദ സർഫസ് SK ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സമ്മ് കാണുകയാണ്. സമ്മേഷൻ k equal to 1 to n g of xk star, YK star, ZK star ഇൻറ്റു ഡെൽറ്റ SK. ഇനിയാണ് നമ്മൾ സർഫസ് ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യുന്നത്.
ഇൻ്റഗ്രൽ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ലെറ്റ് ജി ബി എ ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾസ്. നമ്മൾ കണ്ടു അല്ലേ, ജി എന്തായിരുന്നു, ജി ഓഫ് എക്സ് വൈ സെഡ്. So G be a function of 3 variables defined over a region of 3 space containing the surface S, and it contains the surface S. Then the surface integral of G over S is given by, അങ്ങനെയാണെങ്കിൽ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ജി ഓവർ എസ് ഈസ് ഗിവൺ ബൈ, അതിങ്ങനെയാണ് നമ്മൾ എഴുതുക, ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ജി ഓഫ് എക്സ് വൈ സെഡ് ഡി എസ്. ഇത് നമ്മൾ വായിക്കുക, surface integral of G over the surface S, surface integral of G over S, that is double integral over S G of xyz ds is equal to limit non p tends to 0. പിന്നെ നമ്മൾ നേരത്തെ കണ്ടുവച്ച ആ സമ്മേഷൻ k equal to 1 to n G of x k star y k star z k star into delta s k. അപ്പോൾ ഇങ്ങനെയാണ് സർഫസ് ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഒരു സർഫസ് ഇൻ്റഗ്രലിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കണ്ടു സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ജി ഓവർ എസ്, സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ജി ഓവർ എസ് എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്തിരുന്നത്, ലിമിറ്റ് നോൺ പി ടെൻസ് ടു 0 സമ്മേഷൻ k ഈക്വൽ ടു 1 to n ജി ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ സെഡ് കെ സ്റ്റാർ ഇൻറ്റു ഡെൽറ്റ എസ് കെ എന്നായിരുന്നു. പിന്നെ അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ഫോർമുലയാണ് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ, ഇഫ് ജി എഫ് എഫ് എക്സ് ആൻഡ് എഫ് വൈ, ജി എഫ് എഫ് എക്സ് ആൻഡ് എഫ് വൈ ആർ കണ്ടിന്യൂസ് ത്രൂ ഔട്ട് എ റീജിയൻ കണ്ടെയ്നിങ് എസ്, നമ്മുടെ സർഫസ് എസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു റീജിയനിൽ ജി എഫ് എഫ് എക്സ് എഫ് വൈ എല്ലാം കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് ഈ സർഫസ് ഇൻ്റഗ്രലിനെ ബൈ മീൻസ് ഓഫ് ഡബിൾ ഇൻ്റഗ്രൽ എന്ത് ചെയ്യാം, ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് സർഫസ് ഇൻ്റഗ്രൽ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ജി ഓവർ എസ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ജി ഓഫ് എക്സ് കൊമ വൈ കൊമ എഫ് ഓഫ് എക്സ് വൈ, ജി ഓഫ് എക്സ് എന്തായാലും നമ്മൾ ഫംഗ്ഷൻ ജി ഓഫ് എക്സ് കൊമ വൈ കൊമ സെഡ് ആയിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞത് സർഫസ് എസ് എങ്ങനെയാണ് തന്നിരുന്നത്, ഇറ്റ് ഈസ് ഗിവൺ ആസ് സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് കൊമ വൈ കൊമ സെഡിന് പകരം എന്താ എഴുതാം, എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതാം. Therefore surface integral of G over S എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ജി ഓഫ് എക്സ് കൊമ വൈ കൊമ എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് എക്സ് ഓഫ് എക്സ് വൈ സ്ക്വയർ പ്ലസ് എഫ് വൈ ഓഫ് എക്സ് വൈ സ്ക്വയർ ഡി എ. അപ്പോൾ ഇവിടെ നമ്മൾ സർഫസ് ജി ഓഫ് എക്സ് കൊമ വൈ കൊമ സെഡ് തന്നിരുന്നു, അതെന്തായിരുന്നു 3 സ്പേസിലായിട്ടുള്ള ഒരു ഫംഗ്ഷനായിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തത്. ആൻഡ് ദ സർഫസ് എസ് അതെന്താണ്, ഈ എസ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു റീജിയൻ ആണ് ഇത്. ആൻഡ് എസ് സർഫസ് എസ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആയിരുന്നു, സെഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആയിരുന്നു സർഫസിനെ ഡിനോട്ട് ചെയ്തിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ ജിയും എഫും എഫ് എക്സും എഫ് വൈയും എല്ലാം കണ്ടിന്യൂസ് ആണെങ്കിൽ ത്രൂ ഔട്ട് എ റീജിയൻ കണ്ടെയ്നിങ് എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു റീജിയനിൽ ഇവരെല്ലാവരും കണ്ടിന്യൂസ് ആണെങ്കിൽ സർഫസ് ഇൻ്റഗ്രലിനെ നമുക്ക് ഡബിൾ ഇൻ്റഗ്രൽ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ സർഫസ് സെഡ് എസ് എങ്ങനെയായിരുന്നു തന്നിരുന്നത്, സെഡ് എന്തായിരുന്നു, ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആയിട്ടായിരുന്നു തന്നിരുന്നത്, ദാറ്റ് ഈസ് സെഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള രീതിയിലായിരുന്നു തന്നിരുന്നത്. അതേപോലെ ഇവിടെ പ്രൊജക്ഷൻ, ഈ സർഫസ് എസിൻ്റെ പ്രൊജക്ഷൻ എവിടെയായിരുന്നു നമ്മളെടുത്തത്, എക്സ് വൈ പ്ലെയിനിലായിരുന്നു പ്രൊജക്ഷൻ. ആറ് എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, എക്സ് വൈ പ്ലെയിനിലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഓഫ് എക്സ് കൊമ വൈ കൊമ എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതുന്നതും അതേപോലെ ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് എക്സും വൈയും കാണുന്നത്. ഓക്കെ, കാരണം ഇവിടെ എഫ് എന്തായിരുന്നു, ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. ഇനി എഫ് ഫംഗ്ഷൻ ഓഫ് അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ എന്താവാം, എഫ് ഫംഗ്ഷൻ ഓഫ് സെഡും എക്സും വരാം, വൈയും സെഡും വരാം, അങ്ങനെ എല്ലാം വരാം. പക്ഷേ ഇവിടെ എക്സിലും വൈയിലുള്ള ഫംഗ്ഷനായിരുന്നു, അതുകൊണ്ടാണ് നമ്മളിതിനെ ഇങ്ങനെ എഴുതിയത്. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ജി ഈക്വൽ ടു 1 ആവുന്ന കേസ് നോക്കൂ. ജി ഈക്വൽ ടു 1 ആകുമ്പോൾ ഇതെന്താവും, സർഫസ് ഇൻ്റഗ്രൽ ഓവർ ഡി എസ് എന്ന് കിട്ടും അല്ലേ. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ, അവിടെ തന്നെ ഉണ്ടാവും ജി ഓഫ് എക്സ് കൊമ വൈ കൊമ എഫ് ഓഫ് എക്സ് വൈ എന്താണ് 1 ആണ്. സോ ദിസ് വിൽ ബിക്കം റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് എക്സ് ഓഫ് എക്സ് വൈ സ്ക്വയർ പ്ലസ് എഫ് വൈ ഓഫ് എക്സ് വൈ സ്ക്വയർ എന്ന് വരും, സ്ക്വയർ ഡി എ എന്നുണ്ടാവും. ഇതെന്തിൻ്റെ ഫോർമുല ആയിരുന്നു, ഇത് നമ്മൾ നേരത്തെ കണ്ടു സർഫസ് ഏരിയൻ്റെ ഫോർമുല ആയിരുന്നു. അപ്പോൾ സർഫസ് ഇൻ്റഗ്രലിൽ ജി ഈക്വൽ ടു 1 ആകുമ്പോൾ ആ ഫോർമുല എന്തായിട്ട് റെഡ്യൂസ് ആവും, സർഫസ് ഏരിയയുടെ ഫോർമുലയായിട്ട് റെഡ്യൂസ്ഡ് ആവും.
ഓക്കെ, അപ്പോൾ ഇതിൽ നെക്സ്റ്റ് പറയാനുള്ളത് പ്രൊജക്ഷൻ ഓഫ് എസ് ഇൻറ്റു അതർ പ്ലെയിൻസ് ആണ്. എസിൻ്റെ പ്രൊജക്ഷൻ വേറെ ഏതെങ്കിലും പ്ലെയിനിലേക്ക് ആകുമ്പോൾ ഈ ഇക്വേഷനിൽ വരുന്ന ചേഞ്ചസ് ആണ് നെക്സ്റ്റ് ആയിട്ട് പറയാനുള്ളത്. എസിൻ്റെ പ്രൊജക്ഷൻ ഇവിടെ എക്സ് വൈ പ്ലെയിനിലായിരുന്നു. ഇനി നമുക്കത് നെക്സ്റ്റ് എക്സ് സെഡ് പ്ലെയിനിൽ, ഇപ്പോൾ റീജിയൻ 6 എന്താണ് എക്സ് സെഡ് പ്ലെയിനിലാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ സർഫസ് എങ്ങനെ തരിക? സർഫസ് വിൽ ബി വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് സെഡ്. അതെന്താവും? എക്സിലും സെഡിലും ഉള്ള ഒരു ഫംഗ്ഷൻ ആയിട്ടാവും സർഫസ് വരിക, ജി ഓഫ് എക്സ് സെഡ്. അപ്പോൾ അതിൻ്റെ പ്രൊജക്ഷൻ എന്താ വരിക? റീജിയൻ 6 എവിടെ വരിക? എക്സ് സെഡ് പ്ലെയിനിലാണ് വരിക. അപ്പോൾ ഇക്വേഷൻ എന്താവും? സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ജി ഓവർ എസ് വിൽ ബി ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ജി ഓഫ് എക്സ് കൊമ വൈ ഈക്വൽ ടു എന്താണ്? ജി ഓഫ് എക്സ് കൊമ സെഡ്. അപ്പോൾ അതവിടെ നമുക്ക് കൊടുക്കാം എക്സ് കൊമ ജി ഓഫ് എക്സ് കൊമ സെഡ് ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് വിത്ത് റെസ്പെക്ട് എക്സിലും സെഡിലും ഉള്ള ഫംഗ്ഷനാണ് ജി അല്ലേ. അപ്പോൾ അതിനെ വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് എന്തൊരു ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം, ദെൻ വിത്ത് റെസ്പെക്ട് ടു സെഡും ചെയ്യാം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് ജി എക്സ് ഇൻറ്റു എക്സ് കൊമ സെഡ് ഹോൾ സ്ക്വയർ പ്ലസ് ജി സെഡ് ഇൻറ്റു എക്സ് കൊമ സെഡ് സ്ക്വയർ ഡി എ. ഇവിടെ വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് കൊമ സെഡിലാണ് സർഫസിൻ്റെ ഇക്വേഷൻ തന്നിട്ടുള്ളത്. അതിൻ്റെ പ്രൊജക്ഷൻ ആർ എന്താവും? ഇൻറ്റു ദ എക്സ് സെഡ് പ്ലെയിൻ ആവും. ഇനി നെക്സ്റ്റ് അതിൻ്റെ പ്രൊജക്ഷൻ വൈ സെഡ് പ്ലെയിനിലാണെങ്കിൽ, വൈ സെഡ് പ്ലെയിനിലേക്കാണ് അതിൻ്റെ പ്രൊജക്ഷൻ 6 വരുന്നത് എങ്കിൽ, അപ്പോൾ അവിടെ എക്സ് എന്താവും? എക്സ് വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് എച്ച് ഓഫ് വൈ കൊമ സെഡ്. ദാറ്റ് വിൽ ബി ദ ഇക്വേഷൻ ഓഫ് സെഡ്. സർഫസിൻ്റെ ഇക്വേഷൻ അവിടെ എന്തായി മാറും? എക്സ് ഈക്വൽ ടു എച്ച് ഓഫ് വൈ കൊമ സെഡ് ആവും. അങ്ങനെ ആകുമ്പോൾ സർഫസ് ഇൻ്റഗ്രൽ എങ്ങനെയും ഇക്വേഷൻ ചേഞ്ച് ചെയ്യുക? സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ജി ഓവർ എസ് വിൽ ബി ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ. ഫസ്റ്റ് എന്താണ്? ജി ഓഫ് എക്സ് എന്നുള്ള സ്ഥലത്തിൽ എക്സ് എന്തായിരുന്നു? എച്ച് ഓഫ് വൈ കൊമ സെഡ്. സോ ജി ഓഫ് എച്ച് കൊമ വൈ കൊമ സെഡ് ഇൻറ്റു റൂട്ട് ഓഫ്, ദെൻ ഇതിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെന്താ? വൈയിലും സെഡിലുള്ള ഫംഗ്ഷനാണ്. സോ വിത്ത് റെസ്പെക്ട് ടു വൈ എച്ച് വൈ ഓഫ് വൈ കൊമ സെഡ് ഹോൾ സ്ക്വയർ, ദെൻ പ്ലസ് അടുത്തത് എന്താണ്? സെഡിലാണ്. സോ എച്ച് സെഡ് ഓഫ് വൈ കൊമ സെഡ് ഹോൾ സ്ക്വയർ ഡി എ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് മാസ് ഓഫ് എ സർഫസ് ആണ്. ഇപ്പോൾ സർഫസ് ഇൻ്റഗ്രൽ കണ്ടു, അതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് നോക്കി. നെക്സ്റ്റ് എന്താണ്? മാസ് ഓഫ് എ സർഫസ്. സർഫസിൻ്റെ മാസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സപ്പോസ് റോ ഓഫ് എക്സ് കൊമ വൈ കൊമ സെഡ് റെപ്രസെൻറ്റ് ദ ഡെൻസിറ്റി ഓഫ് എ സർഫസ് അറ്റ് എനി പോയിൻറ്റ്. ഒരു സർഫസിൻ്റെ ഡെൻസിറ്റി അറ്റ് എനി പോയിൻറ്റ് നമ്മൾ റോ ഓഫ് എക്സ് കൊമ വൈ കൊമ സെഡ് ആയിട്ട് എടുത്തു. ഡെൻസിറ്റി എന്താണ്? ഓർ മാസ് പെർ യൂണിറ്റ് സർഫസ് ഏരിയ. യൂണിറ്റ് സർഫസ് ഏരിയ ആണ് നമ്മളിവിടെ ഡെൻസിറ്റി ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ റോ ഓഫ് എക്സ് കൊമ വൈ കൊമ സെഡ് ആണ് ഒരു സർഫസിൻ്റെ ഡെൻസിറ്റി എങ്കിൽ അതിൻ്റെ മാസ് എമ്മിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എം ഈക്വൽ ടു സർഫസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് റോ ഓഫ് എക്സ് കൊമ വൈ കൊമ സെഡ് ഡി എസ് എന്നാണ്. ഓക്കെ.